ഹായ്, കഥ ആരംഭിക്കുന്നത് ആസ്ലി എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളെന്ന് തന്റെ കമ്പനിയിലേക്ക് എത്തുകയായിരുന്നു. അവിടേക്ക് കടന്നു കയറുമ്പോൾ അവൾ സെങ് എന്ന പേരുള്ള കമ്പനി ലോയറെ കണ്ടു. ഇരുവരും റിലേഷൻഷിപ്പിലുമാണ്. സെന്റിന്റെ സംസാരം അത് പ്രകടമാക്കുന്നുണ്ടായിരുന്നു. വൈകാതെ കമ്പനി ബോർഡ് ഓഫീസിലേക്ക് എത്തിയ അസ്ലി നാസിമിനെ കണ്ടു. അപ്പോഴേക്കും അവളുടെ വാപ്പയായ ആരിഫും വന്നെത്തിയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ആരിഫും നാസിമും അസ്ലിയും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളും. അവർ സംസാരിച്ചിരിക്കെ സെന്റ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സെന്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അവരുടെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മാൾട്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതും വലിയ തോതിൽ പണത്തട്ടിപ്പ് കാണിച്ചതിന്റെ പേരിൽ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുടെ പക്കൽ കമ്പനിയുടെ ഒരുപാട് പണമുള്ളതാണ്. വിവരമറിഞ്ഞതും ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ ഞെട്ടി. ആ പണം വീണ്ടെടുത്തില്ലെങ്കിൽ കമ്പനി വളരെ വലിയ കടക്കിണിയിലേക്ക് പോകും. എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് സോർട്ട് ഔട്ട് ചെയ്യുക എന്ന മട്ടിൽ ഡിസ്കഷൻ ആരംഭിച്ചു. സെങ് ആ സമയം ഒരാശയം മുമ്പോട്ടേക്ക് വെച്ചു. കമ്പനി കുറച്ചുനാളായി പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. കമ്പനി ഉടമസ്ഥതയിലുള്ള ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുക. അതിലേക്ക് ഫണ്ടിങ് വരും. അതിന് വളരെ വലിയ ലാഭവും കിട്ടും. ലോങ് റണ്ണിൽ കമ്പനിക്ക് നേട്ടമേ ഉണ്ടാകൂ. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഏറെക്കുറെ ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അത് കേട്ടതും കൊള്ളാമല്ലോ എന്ന് ആസ്ലിക്ക് തോന്നി. ആസ്ലി അതിനുടൻ തന്നെ ഓക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് അവളുടെ വാപ്പ ആരിഫ് പ്രധാനപ്പെട്ട ഒരു തടസ്സം ചൂണ്ടിക്കാണിക്കുന്നത്. അത് അവരുടെ 4th പാർട്ട്ണറാണ്. എഡ്ജ് എന്നാണ് അയാളുടെ പേര്. എഡ്ജ് അതിന് സമ്മതിക്കില്ല എന്ന് ആരിഫ് ഉറച്ചു പറഞ്ഞു. പക്ഷേ ആ പ്രൊജക്ടിന്റെ പൊട്ടൻഷ്യലും പ്രോഫിറ്റബിലിറ്റിയും കണ്ട അസ്ലിയാകട്ടെ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം തള്ളി അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ മറ്റുള്ളവർ അസ്ലിയോട് പറഞ്ഞു, എഡ്ജിനെ അങ്ങനെ നിസ്സാരമായി കാണരുത്. വളരെ സാഹസികമായി തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അവൻ. അവന്റേതായ ശരികളിൽ മാത്രമാണ് അവൻ ജീവിക്കുന്നതും. വർഷങ്ങളായി ഈ കമ്പനിയിലേക്കോ കമ്പനി മീറ്റിംഗിലേക്കോ അവൻ വന്നിട്ടേയില്ല. അവന്റെ ലോയറുമായിട്ടാണ് എല്ലാ ഇടപാടുകളും നടക്കുന്നത്. എഡ്ജിനെ പറ്റി മറ്റൊരു പ്രധാന കാര്യം കൂടി അസ്ലി മനസ്സിലാക്കി. സർഫിംഗിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് എഡ്ജ്. ബീച്ച് സൈഡിൽ ഒരു സർഫിംഗ് സ്കൂൾ പോലും അവൻ നടത്തുന്നുമുണ്ട്. ആ സർഫിംഗ് സ്കൂൾ ഇരിക്കുന്ന ഭാഗം കൂടിയാണ് ഹോട്ടൽ പ്രൊജക്ടിന് വേണ്ടി എടുക്കേണ്ടി വരിക. അത് വിട്ടുകൊടുക്കാൻ എഡ്ജ് തയ്യാറാവുമോ എന്നത് മറ്റൊരു വലിയ കൺസേൺ ആണ്. എന്തായാലും എഡ്ജിനെ തനിച്ചൊന്ന് മീറ്റ് ചെയ്ത് അവൻ ഈ പ്രൊജക്ടിലേക്ക് കൊണ്ടുവരാൻ ആസ്ലി തീരുമാനിച്ചു. ആരിഫ് ആസ്ലിയോട് സെങ്കിനെയും കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞെങ്കിലും ആസ്ലി അത് വേണ്ടെന്ന് പറഞ്ഞു. സെങ്കിനടുക്കൽ എഡ്ജുമായി മീറ്റ് ചെയ്യാൻ അയാളുടെ ലോയറുമായി സംസാരിച്ച് ഒരു അവസരമൊരുക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാം ഒന്ന് സെറ്റായപ്പോൾ അവൾ എഡ്ജ് താമസിക്കുന്ന സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്തു. അവിടെ എത്തിയവൾ ഭക്ഷണം കഴിക്കാൻ അവിടുള്ള ഒരു ഫേമസ് റെസ്റ്റോറന്റിലേക്ക് പോയി. പക്ഷേ ആ റെസ്റ്റോറന്റ് ഓൺ ചെയ്യുന്നതും അവിടുത്തെ ഹെഡ് ഷെഫും എഡ്ജാണെന്ന് അപ്പോൾ അവൾക്ക് അറിവേ ഉണ്ടായിരുന്നില്ല. വൈകാതെ ഭക്ഷണം എത്തി. അത് കഴിച്ച് അവൾക്ക് അതത്ര രസിച്ചില്ല. അതിലെ മസാലകളൊന്നും അവൾക്കത്ര രുചികരമായി അനുഭവപ്പെട്ടിരുന്നില്ല. എഡ്ജ് അത് ശ്രദ്ധിച്ചു. പിന്നാലെ ഭക്ഷണം ടേസ്റ്റ് ചെയ്തു. കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ തെറ്റ് അംഗീകരിക്കുകയും മറ്റൊരു രുചികരമായ ഭക്ഷണം അവൾക്ക് ഓഫർ ചെയ്യുകയും ചെയ്തു. അന്ന് വൈകുന്നേരം വരെ അതേ റെസ്റ്റോറന്റിൽ അവൾ തുടർന്നിരുന്നു. പക്ഷെ അത്ര നേരമായിട്ടും എഡ്ജിന്റെ ലോയറുടെ ഭാഗത്തു നിന്ന് മീറ്റിംഗ് സമയം ഫിക്സ് ചെയ്ത് ഒരു റെസ്പോൺസും വന്നിട്ടില്ല. അതവളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കുറച്ചധികം മദ്യപിച്ചു. അവിടുണ്ടായിരുന്ന മറ്റൊരു മദ്യപാനി അവളുടെ ഈ കുടി കണ്ട് അവൾ ഒരു കമ്പനി ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ തെറ്റിദ്ധരിച്ച് അവളുടെ അടുത്തു ചെന്നു. പക്ഷെ അയാളുടെ ശ്രമങ്ങൾ ആസ്ലി പ്രതിരോധിച്ചു. അതോടെ അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കാൻ ആരംഭിച്ചു. ഒടുവിൽ എഡ്ജ് എത്തിയായിരുന്നു അത് പരിഹരിച്ചത്. എല്ലാത്തിനും ആസ്ലി എഡ്ജിനോട് നന്ദി പറഞ്ഞു. പിന്നീട് അവരിരുവരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഇരുവരും തങ്ങളുടെ ഒറിജിനൽ പേരോ ഐഡന്റിറ്റിയോ വെളിപ്പെടുത്തിയിട്ടില്ല. എഡ്ജാണ് തന്റെ മുമ്പിലിരിക്കുന്നത് എന്ന് ആസ്ലിക്ക് അറിയുകയുമില്ല. അന്ന് വൈകുന്നേരം അവളെ ഹോട്ടലിലേക്ക് കൊണ്ടാക്കിയതുപോലും എഡ്ജായിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ സെങ്കിൽ നിന്നും ആസ്ലിക്ക് കോൾ വന്നു. എഡ്ജുമായി മീറ്റിംഗ് അയാൾ അറേഞ്ച് ചെയ്തിരുന്നു. എഡ്ജിന്റെ സർഫ് ക്ലബിൽ വെച്ചാണ് മീറ്റിംഗ് ഉള്ളത്. പുലർച്ചെ അങ്ങോട്ടേക്ക് പുറപ്പെട്ട് ആസ്ലി അവിടെ എത്തി. അവിടെ തലേന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട ഷെഫാണ് എഡ്ജ് എന്നറിഞ്ഞതും ആസ്ലി ഒന്ന് അതിശയപ്പെട്ടു. എഡ്ജ് പറഞ്ഞു, നീ ഇന്നലെ അവിടെ എത്തിയപ്പോഴേ എനിക്ക് നിന്നെ മനസ്സിലായിരുന്നു. ഞാൻ പിന്നെ എന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെന്നേയുള്ളൂ. അതെന്താണെന്ന് ആസ്ലി ചോദിച്ചു. ആ സമയം അത്ര ശരിയായ ഒരു സമയമായിരുന്നില്ല എന്നായിരുന്നു എഡ്ജിന്റെ മറുപടി. പിന്നാലെ വന്ന കാര്യത്തിലേക്ക് ആസ്ലി കടന്നു. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിനെ പറ്റിയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രൊജക്ടിനെ പറ്റിയും അതിന്റെ പ്രോഫിറ്റബിലിറ്റി ചാൻസിനെ പറ്റിയുമൊക്കെ ആസ്ലി എഡ്ജിനോട് വിശദീകരിച്ചു. വളരെ കോൺഫിഡന്റ് ആയി അതിന് സമ്മതമറിയിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞ് കോൺട്രാക്റ്റും എഡ്ജിന് മുമ്പിലേക്ക് അവൾ എടുത്തു വെച്ചു. പക്ഷേ എഡ്ജ് മറുത്തൊന്നും പറഞ്ഞില്ല. താനിരുന്ന ഇടത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നു. എഡ്ജിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനും അയാളുടെ മൈൻഡ് മാറ്റാനും ആസ്ലി പിന്നാലെ ചെന്നു. പക്ഷേ എഡ്ജ് ഒരു തരത്തിലും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ആ ഇടം അവന്റെ ജീവിതം തന്നെയാണ്. അവിടെ ഒരു ഹോട്ടലൊക്കെ വന്നാൽ അതിന്റെ ഭംഗിയും എല്ലാം നശിക്കും. പണത്തിനു വേണ്ടി തന്റെ പാഷനും സർഫിംഗും ഒക്കെ
വിട്ടുകളയാനും എഡ്ജ് ഒരുക്കമായിരുന്നില്ല. ആസ്ലി പറഞ്ഞു, വരാൻ പോകുന്ന ആ ഹോട്ടൽ പ്രൊജക്റ്റിൽ നമുക്കൊരു സർഫിംഗ് ക്ലബ്ബ് കൂടി ആരംഭിക്കാം. അതിന്റെ പൂർണ്ണാവകാശവും നടത്തിപ്പും എല്ലാം എഡ്ജിന് നൽകുകയും ചെയ്യാം. പക്ഷേ തന്റെ തീരുമാനത്തിൽ നിന്ന് എഡ്ജ് പിന്മാറിയില്ല. ഈ മീറ്റിംഗ് അവസാനിച്ചു, മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു എഡ്ജ് ചോദിച്ചത്. ആസ്ലിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു. അവിടെ നിന്ന് മടങ്ങാൻ നേരം അവൾ സെങ്കിനെ വിളിച്ചു. എഡ്ജിനെ പറ്റിയും എഡ്ജിന്റെ ബിസിനസിനെ പറ്റിയുമൊക്കെ മുഴുവൻ വിവരങ്ങളും A to Z വിവരങ്ങളും സംഘടിപ്പിക്കാനും അതിലെന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും കുരുക്കുണ്ടെങ്കിൽ തന്നെ അറിയിക്കാനും ആസ്ലി സെങ്കിനോട് ആവശ്യപ്പെട്ടു. ലൈസൻസിംഗ് ഇഷ്യൂസോ ടാക്സ് ഇഷ്യൂസോ അത്തരത്തിൽ മറ്റെന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിലും അത് വെച്ച് എഡ്ജിന് മേൽ സമ്മർദ്ദം ചെലുത്തി എഡ്ജിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയായിരുന്നു ആസ്ലിയുടെ പദ്ധതി. അടുത്ത ദിവസം ആസ്ലി വീണ്ടും എഡ്ജിനെ ചെന്ന് കണ്ടു. ഇത്തവണ മറ്റൊരു ഓഫറാണ് മുമ്പോട്ടേക്ക് വെച്ചത്. എഡ്ജിന് മറ്റൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി കൊടുക്കാം, അവിടെ സർഫിംഗ് ക്ലബ്ബ് ആരംഭിക്കാം, ഇപ്പോഴുള്ള ഇടം ഏറ്റെടുത്ത് തങ്ങളുടെ ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എഡ്ജ് അതിനും നോ പറഞ്ഞു. പിന്നാലെ അവിടെ നിന്ന് പോരുകയും ചെയ്തു. അടുത്ത ദിവസം ആസ്ലി വീണ്ടും എഡ്ജിനെ കാണാൻ വന്നു. ഇത്തവണ എന്ത് ഓഫറുമായിട്ടാ വന്നിട്ടുള്ളത് എന്നായിരുന്നു എഡ്ജിന്റെ ചോദ്യം. ആസ്ലി പറഞ്ഞു, ഞാനിപ്പോ വന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കൊന്നുമല്ല, എനിക്ക് സർഫിംഗ് പഠിക്കണമെന്നുണ്ട്. നിങ്ങൾ എന്തായാലും മനസ്സു മാറില്ലല്ലോ, ഇതിനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ ആസ്ലിയുടെ ആ പറച്ചിലും എഡ്ജിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തനിക്ക് സമയമില്ലെന്ന് പറഞ്ഞൊഴിയാൻ അവൻ ശ്രമിച്ചു. എന്നിരുന്നാലും ആസ്ലി പറഞ്ഞു, അതൊന്നും പ്രശ്നമല്ല, ഞാൻ പൂർണ്ണ താല്പര്യത്തോടെയാ ചോദിക്കുന്നത്, മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഒടുവിൽ എങ്ങനെയെങ്കിലും അവളുടെ ശല്യം ഒഴിവാക്കാൻ തന്റെ ഒരു ഇൻസ്ട്രക്ടറെ അവളെ സർഫിംഗ് പഠിപ്പിക്കാൻ ഏൽപ്പിച്ച് എഡ്ജ് അവിടെ നിന്ന് വലിഞ്ഞു. സർഫിംഗ് പഠിക്കുന്ന പേരിൽ എഡ്ജുമായി ഒരു പേഴ്സണൽ അടുപ്പം സ്ഥാപിച്ചെടുക്കുക, അതായിരുന്നു ആസ്ലിയുടെ ലക്ഷ്യം. അത് പരാജയപ്പെട്ടു. അതിലവൾക്ക് നിരാശയും തോന്നി. അധികം വൈകാതെ സെങ്കിൽ നിന്നും ആസ്ലിക്ക് വിവരങ്ങൾ എത്തി. എഡ്ജിന്റെ ബിസിനസ്സിൽ ഒരു പ്രശ്നവുമില്ല, ലൈസൻസിംഗ് ഇഷ്യൂസോ ടാക്സ് ഇഷ്യൂസോ ഒന്നും തന്നെയില്ല, എല്ലാം മികച്ച രീതിയിലാണ് നടക്കുന്നത്. അതോടെ ആസ്ലി ഒന്നുകൂടി നിരാശയായി. എന്നിരുന്നാലും തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അടുത്ത ദിവസം വൈകുന്നേരം ആസ്ലി എഡ്ജിന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. അത്തവണ കുക്കിങ്ങിനെ പറ്റി സംസാരിച്ച് എഡ്ജുമായി അടുക്കാനായിരുന്നു അവളുടെ ശ്രമം. അവളുടെ ഈ ശ്രമങ്ങളൊക്കെ ഉടനടി തന്നെ എഡ്ജിന് മനസ്സിലായിരുന്നു. എന്തിനാ ഈ ശ്രമങ്ങൾ എന്ന മട്ടിൽ എഡ്ജ് അവളോട് ചോദിക്കുകയും ചെയ്തു. ആസ്ലി പറഞ്ഞു, മറ്റൊന്നിനും വേണ്ടിയല്ല, നിങ്ങൾ പേഴ്സണലി എനിക്ക് സർഫിംഗ് പഠിപ്പിച്ചു തരും എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നാലെ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ സർഫിംഗ് പഠിപ്പിക്കാം, പക്ഷേ ഒരുപാട് സംസാരിച്ച് കോൺവെർസേഷൻസ് സൃഷ്ടിച്ച് മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പിന്നാലെ അവൾക്ക് മുമ്പിൽ കിച്ചൺ വിൻഡോയുടെ ഷട്ടർ അവനിട്ടു. പിന്നാലെയാണ് എഡ്ജ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ യമൻ ദുഃഖത്തിലാണെന്ന്. കാര്യമന്വേഷിച്ചു. യമന്റെ ഭാര്യ യാസ്മിൻ വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ എഡ്ജ് യാസ്മിനെ നേരിട്ട് കണ്ടു. യാസ്മിനോട് കാര്യങ്ങൾ സംസാരിച്ചു. യമന് നടന്ന കാര്യങ്ങളിലും എല്ലാത്തിലും ഒരുപാട് കുറ്റബോധമുണ്ടെന്നും അവൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണെന്നും അവനൊരു അവസരം കൊടുക്കാനും എഡ്ജ് യാസ്മിനോട് പറഞ്ഞു. ആദ്യമൊന്നും യാസ്മിൻ അതിന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. യമന്റെ മിസ്റ്റേക്കുകൾ താനൊരു ഒരുപാട് സഹിച്ചതാണെന്നും ഇനിയും വയ്യ എന്നുമായിരുന്നു യാസ്മിന്റെ മറുപടി. പക്ഷേ എഡ്ജ് ഓരോന്ന് എടുത്തു പറഞ്ഞ് യമൻ ഒരു അവസരം കൂടി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും യാസ്മിൻ അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം എഡ്ജ് മാൾട്ടയിലുള്ള തന്റെ ഒരു സുഹൃത്തായ ഇൽമാസുമായി സംസാരിച്ചു. ഇൽമാസ് അവിടെ എഡ്ജ് പറഞ്ഞിട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിന്റെ അന്വേഷണത്തിലായിരുന്നു. എഡ്ജും ആരിഫും അസ്ലിയുമൊക്കെ അടങ്ങുന്ന അതേ കമ്പനിയുടെ തട്ടിപ്പ് കേസിനെ പറ്റി തന്നെ. അപ്പോഴാണ് അസ്ലി അങ്ങോട്ടേക്ക് വരുന്നത്. അതോടെ എഡ്ജ് വേഗം ഫോൺ കട്ട് ചെയ്തു. അധികം വൈകാതെ സർഫിംഗ് ക്ലാസ് ആരംഭിച്ചു. തുടർച്ചയായി ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആസ്ലിയെ സർഫ് ചെയ്യാൻ പഠിപ്പിക്കാൻ എഡ്ജ് ശ്രമിച്ചെങ്കിലും തുടർച്ചയായി അവൾ കടലിലേക്ക് വീണുകൊണ്ടേയിരുന്നു. ഒടുവിൽ തൽക്കാലത്തേക്ക് അത് അവസാനിപ്പിച്ച് അവർ റെസ്റ്റിനായി കയറി. നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ ആസ്ലിക്ക് മൊത്തത്തിൽ രോഷം വരുന്നുണ്ടായിരുന്നു. പക്ഷേ എഡ്ജിന് മുമ്പിൽ അതൊന്നും പ്രകടമാക്കാതിരിക്കുവാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നിരുന്നാലും അവളാകെ എന്തോ കഷ്ടപ്പാടിലാണ് എന്ന കാര്യം എഡ്ജ് തിരിച്ചറിഞ്ഞിരുന്നു. അതോടെ അവൾ കടുത്തെത്തി കുറച്ചുനേരം അവളോട് സംസാരിക്കാനും അവൾക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്യാനും എഡ്ജ് ശ്രമിച്ചു. പിന്നാലെയാണ് യമൻ അങ്ങോട്ടേക്ക് വരുന്നത്. യമൻ തന്നെ ആസ്ലിക്ക് പരിചയപ്പെടുത്തി. അന്ന് യമനും എഡ്ജും സൺസെറ്റ് കാണാൻ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. തങ്ങൾക്കൊപ്പം വരുന്നു എന്ന് ചോദിച്ച് യമൻ ആസ്ലിയെ ക്ഷണിച്ചു. അവൾ സമ്മതിക്കുകയും ക്യൂരിയസ് ആയി എങ്ങനെയാണ് നിങ്ങളും എഡ്ജും തമ്മിലുള്ള പരിചയം എന്ന മട്ടിൽ ചോദിക്കുകയും ചെയ്തു. യമൻ അന്നാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. യമന് മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. പക്ഷേ കുറേയധികം കടബാധ്യതകളും മറ്റും വന്ന് കമ്പനി തകരുമെന്ന അവസ്ഥയായി. അപ്പോഴായി
അവിടായിരുന്നു യമൻ എഡ്ജുമായി പരിചയപ്പെടുന്നത്. യമന്റെ കഥകളും കമ്പനിയുടെ കാര്യവും ഒക്കെ അറിഞ്ഞപ്പോ എഡ്ജ് യമനെ സഹായിക്കാമെന്നേറ്റു. ആ കമ്പനിയിൽ എഡ്ജും ഒരു പാർട്ട്ണറായി. അന്നു മുതൽ കമ്പനി വളരെയധികം ഇംപ്രൂവ് ചെയ്തു. വിവരങ്ങൾ മനസ്സിലാക്കിയ ആസ്ലി അതൊരു അവസരമായി മുമ്പിൽ കണ്ടു. അസിസ്റ്റന്റായ സിന്നിന് കോൾ ചെയ്ത് യമന്റെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിക്കാൻ അവൾ നിർദ്ദേശം നൽകി. അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു, യമന്റെ കമ്പനിയുടെ കോ ഓണറാണ് എഡ്ജ് ഇപ്പോൾ. അതിൻ പ്രകാരം തന്നെ അവരുടെ കമ്പനി പോളിസിക്ക് എതിരായി തന്നെ എഡ്ജിന്റെ ആ പ്രവൃത്തി മാറിയിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ച് തെളിവുകളടക്കം സമർപ്പിച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് തന്നെ എഡ്ജിനെ പുറത്താക്കാൻ സാധിക്കും. അടുത്ത ദിവസം അസ്ലി പതിവ് പോലെ ക്ലബിലേക്ക് എത്തി. യമൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എഡ്ജാകട്ടെ ട്രെയിനിങ് കൊടുക്കുന്ന തിരക്കിലുമാണ്. ആ അവസരം മുതലെടുത്ത് യമന്റെ കമ്പ്യൂട്ടറിൽ അസ്ലി നോക്കി അതിൽ നിന്ന് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ കോപ്പി ചെയ്തെടുത്തു. പിന്നാലെ അത് അസിസ്റ്റന്റ് സിന്നിന് അയക്കുകയും ചെയ്തു. പിന്നീട് എഡ്ജ് വന്നപ്പോ തന്നെ ഈ നഗരം ഒന്ന് ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോകാമോ എന്ന് അസ്ലി എഡ്ജിനോട് ചോദിച്ചു. എഡ്ജും സമ്മതിച്ചു. തനിക്കടുത്തുള്ള ഒരു ഫാമിൽ റെസ്റ്റോറന്റിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം എടുക്കാൻ പോവാനുണ്ട്, നിനക്കും കൂടെ വരാം എന്നായിരുന്നു എഡ്ജ് പറഞ്ഞത്. ഫാമിലെത്തിയപ്പോ അവിടെ വെച്ച് ഹഡാസി എന്നു പേരുള്ള അല്പം പ്രായമുള്ള ഒരു സ്ത്രീയെ അവർ കണ്ടുമുട്ടി. അവർ വന്നതിൽ ഹഡാസി ഏറെ സന്തോഷവതിയായിരുന്നു. എഡ്ജ് സാധനങ്ങൾ വണ്ടിയിൽ കയറ്റുമ്പോ ഹഡാസിയും ആസ്ലിയും സംസാരിച്ചു. താനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ എഡ്ജിനെ വളർത്തിയത് എന്നായിരുന്നു അവർ വ്യക്തമാക്കിയത്. എഡ്ജിന്റെ കുട്ടിക്കാലത്തെ എഡ്ജിന്റെ അമ്മ വളരെ വലിയ രോഗിയായി മാറിയിരുന്നു. ഹഡാസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എഡ്ജിന്റെ അമ്മ. അവരുടെ രോഗാവസ്ഥയ്ക്കും ആ മരണത്തിനുമൊക്കെ ഹഡാസി കുറ്റം പറഞ്ഞത് എഡ്ജിന്റെ അച്ഛനായ നാസ്മിയെയാണ്. നസ്മി 10 വയസ്സുള്ളപ്പോഴേ എഡ്ജിനെ അമേരിക്കയ്ക്ക് അയച്ചു. ബോർഡിംഗ് സ്കൂളിൽ നിർത്തി പഠിപ്പിച്ചു. മാത്രമല്ല എല്ലാ സ്വത്തുക്കളും നാസ്മി തന്റെ അധീനതയിലാക്കുകയും ചെയ്തു. എഡ്ജ് തിരിച്ചെത്തിയപ്പോ കണ്ടത് അമ്മ തീർത്തും സുഖമില്ലാതിരിക്കുന്നതായിരുന്നു. എഡ്ജ് പിന്നീട് അവന്റെ അമ്മയെ വിട്ടുപോയില്ല, മരണം വരെ കൂടെ നിന്നു. ഹഡാസിയുമായുള്ള ആ സംസാരമാണ് എന്തുകൊണ്ടാണ് എഡ്ജിന് അവന്റെ അച്ഛനോട് അത്രയും ദേഷ്യമുള്ളത് എന്ന കാര്യം ആസ്ലിയെ ബോധ്യപ്പെടുത്തിയത്. അതൊക്കെ ആലോചിച്ചപ്പോ എഡ്ജിനോട് ആസ്ലിക്ക് സഹതാപം തോന്നി. പോകുന്ന വഴിക്ക് അവരൊരു മലഞ്ചെരുവിൽ പോയി. ഉയർന്ന മലഞ്ചെരുവിൽ നിന്ന് കടലിലേക്ക് ചാടി. ഒന്നിച്ചുള്ള ചുറ്റിക്കറങ്ങൾ ഇരുവർക്കും അത്രമേൽ സന്തോഷം നൽകിയിരുന്നു. ഇരുവരും ഒരുപാട് എൻജോയ് ചെയ്തു. തിരികെ ഹോട്ടലിലേക്ക് അസ്ലിയെ അവൻ ഡ്രോപ്പ് ചെയ്തിരുന്നു. അവർക്കിടയിൽ പരസ്പരം പറയാത്ത ഒരടുപ്പം അതിനോടകം രൂപപ്പെട്ടു. അസ്ലി തിരികെ ഹോട്ടൽ റൂമിലെത്തുമ്പോ സെന്റ് അവിടെ അസ്ലിക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എഡ്ജും അസ്ലിയും ഒന്നിച്ച് കറങ്ങുന്നതും മറ്റും സെന്റ് കണ്ടിരുന്നു. അതിന്റെ പേരിൽ അയാൾക്ക് പരിഭവമുണ്ട്. പക്ഷേ സെന്റ് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്നും അവനിൽ നിന്ന് വിവരങ്ങൾ ഊറ്റാനാണ് ഞാൻ അവന്റെ കമ്പനി പിടിക്കുന്നത് എന്നുമായിരുന്നു ആസ്ലി പറഞ്ഞത്. നമ്മളിവിടെ ഒന്നിച്ചു കണ്ട പ്രശ്നമാവുമെന്നും അതുകൊണ്ട് അയാളോട് വേഗം പൊക്കോളാനും ആസ്ലി കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം എഡ്ജും ആസ്ലിയും ഒന്നിച്ച് ഒരു സർഫിംഗ് ലെസൺ കൂടി നടത്തി. ഇരുവരും അതൊരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ആസ്ലി എഡ്ജിനോട് ആ കാര്യം പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചിലപ്പോ എഡ്ജിനുമേൽ കൂടുതൽ പ്രഷർ ചെലുത്തും. ആ സ്ഥലം വിട്ടുകിട്ടാനും അവിടെ പ്രൊജക്ട് ആരംഭിക്കാനും വേണ്ടി അവരേത് അറ്റം വരെയും ചിലപ്പോ പോയേക്കും. പക്ഷേ എഡ്ജ് പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല, ഏത് സിറ്റുവേഷനും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നീട് എഡ്ജ് ആസ്ലിയെ തന്റെ മൗണ്ടൻ ഹോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. കുറേയധികം സമയം ചിലവഴിച്ചു. എഡ്ജ് ആ സമയം ആസ്ലിയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. ആസ്ലിയും അത് സ്വീകരിച്ച് അവൾക്കും അവന് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരൊന്നിച്ച് അവിടെ ഒരുപാട് സമയം ചിലവഴിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു ആസ്ലി സിന്നിനെ വിളിച്ച് യമന്റെ കമ്പനിക്ക് മേലുള്ള അന്വേഷണം ഇനി വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ആ സംസാരം സെങ്ക് കേട്ടിരുന്നു. അടുത്ത ദിവസം വൈകിട്ട് എഡ്ജ് റെസ്റ്റോറന്റിൽ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്നു. യമന്റെ ലൈഫിലേക്ക് യാസ്മിൻ തിരികെ എത്തുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യലായിരുന്നു ആ പാർട്ടിയുടെ ലക്ഷ്യം. അടുത്ത സുഹൃത്തുക്കളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് സെങ്ക് കടന്നു വന്നത്. ആസ്ലി അത്രനാളും എഡ്ജിനെ ചതിക്കാനാണ് കൂടെ നിന്നത്. അവളുടെ തന്ത്രങ്ങൾ ഇതൊക്കെയായിരുന്നു. യമന്റെ കമ്പനിക്ക് മേൽ അവൾ അന്വേഷണം വരെ നടത്തി എന്ന കാര്യങ്ങളൊക്കെ സെങ്ക് അവിടെ വെച്ച് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു. ആസ്ലി എഡ്ജിനോട് അടുത്തതും അവന്റെ പ്രണയത്തിന് ഓക്കെ പറഞ്ഞതും സെങ്കിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ അയാൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് അയാളുടെ വായടപ്പിക്കാൻ ആസ്ലി സെങ്കിന് അടുത്തേക്ക് ചെന്നു. പക്ഷേ സെങ്ക് അടങ്ങുന്നുണ്ടായിരുന്നില്ല. താൻ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമല്ല, ആസ്ലിയുടെ ലവർ കൂടിയാണ് എന്ന കാര്യം സെങ്ക് വിളിച്ചു പറഞ്ഞു. ഞെട്ടലോടെയായിരുന്നു എഡ്ജ് അത് കേട്ടത്. ദേഷ്യത്തിൽ ആസ്ലി സെങ്കിനടുക്കൽ നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചതാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്ന എഡ്ജ് സെങ്കിനെ ആദ്യം തല്ലാൻ പോയെങ്കിലും സെങ്ക് ഒരു പരിഹാസ ചിരിച്ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. വൈകാതെ
ബോർഡ് മീറ്റിംഗ് ചേരുമെന്നും എഡ്ജിനെ കമ്പനി ബോർഡിൽ നിന്ന് നീക്കം ചെയ്യും എന്നും അയാൾ പറഞ്ഞു. പ്രത്യേകിച്ചും എഡ്ജിന് എക്സ്റ്റേണൽ ബിസിനസ് ഉള്ളതുകൊണ്ട് ഇനി കമ്പനി ഡയറക്ടർ ബോർഡിൽ എഡ്ജിനെ തുടരാൻ സാധിക്കില്ല എന്നും സെങ്ക് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ആസ്ലി മോഷ്ടിച്ചെടുത്തിരുന്ന ആ ഡോക്യുമെന്റ്സും മറ്റും തെളിവായി അയാൾ അവന് മുമ്പിലേക്ക് ഇടുകയും ചെയ്തു. അതോടെ എഡ്ജാകെ ദുഃഖിതനായി. ബോർഡിനിപ്പോൾ എഡ്ജ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പ്രൊജക്റ്റുമായി മുമ്പോട്ട് പോവാൻ സാധിക്കും. ആസ്ലി കൂടെ നിന്ന് തന്നെ ചതിച്ച പോലായിരുന്നു എഡ്ജിന് തോന്നിക്കൊണ്ടിരുന്നത്. ഇരുവർക്കും പരസ്പരം പ്രണയമായിരുന്നു. പക്ഷേ ആസ്ലി അത് തമാശക്ക് തുടങ്ങിയതാണെങ്കിലും ഒടുവിൽ സീരിയസ് ആയി മാറി. ആസ്ലി എഡ്ജിനോട് സംസാരിക്കാൻ പോലും ശ്രമിച്ചു. ആദ്യത്തിൽ താൻ അവനെ ചതിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കൂടെ കൂടിയത്. പക്ഷെ എഡ്ജിനെ മനസ്സിലാക്കിയപ്പോ ഞാനൊക്കെ നിർത്തിയതാണ്, അവനെ പ്രണയിച്ചതാണ്. പക്ഷേ സെങ്ക് എവിടെ നിന്നോ വിവരങ്ങൾ അറിഞ്ഞ് കടന്നുകൂടി ഇതൊക്കെ ഇപ്പോ ഒപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ എഡ്ജ് അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവിടം വിട്ട് പൊക്കോളാൻ പറഞ്ഞു. വേദനയോടെ ആസ്ലി ഇസ്താംബുളിലേക്ക് തിരികെ എത്തി. നടന്ന കാര്യങ്ങളുമായി താതാത്മ്യപ്പെടാൻ അവൾക്കത്രയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളെപ്പോഴും ദുഃഖിതയായി കാണപ്പെട്ടു. മറുവശത്ത് എഡ്ജ് ആകട്ടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും തന്റെ ജീവിതവുമായി ഇഴകിച്ചേർന്ന് പഴയതുപോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ കൂട്ടുകാരൻ ഇൽമാസ് വളരെ ക്രൂഷ്യലായ ഒരു വിവരവുമായിട്ടെത്തി. മാൾട്ടയിൽ അവൻ അന്വേഷണത്തിന് അയച്ചിരുന്ന അതേ ഇൽമാസ് തന്നെ. മാൾട്ടയിൽ വെച്ച് കമ്പനിയെ തട്ടിച്ച ഫിനാൻഷ്യൽ ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ കാര്യത്തിൽ ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്താണ് സംഭവിച്ചത് എന്നും വ്യക്തമായ വിവരങ്ങൾ ഇൽമാസിന് കിട്ടിയിരുന്നു. അടുത്ത ദിവസം ബോർഡ് മീറ്റിംഗ് നടക്കുകയാണ്. നാസിമും ആരിഫും ചേർന്ന് എഡ്ജിനെ പുറത്താക്കാൻ വേണ്ട കാര്യങ്ങളുമായി മുമ്പോട്ട് നീങ്ങി. ആസ്ലിയും കൂടി ഒപ്പുവെച്ചാൽ അത് പാസ്സാവുന്ന ഘട്ടം. പക്ഷേ ആസ്ലി ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. ആരിഫ് ഉടൻ തന്നെ തന്റെ മകളെ വാൺ ചെയ്തു. അവൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചാൽ കമ്പനി നഷ്ടത്തിൽ പോകുമെന്നും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ വരും എന്നും അയാൾ സൂചിപ്പിച്ചു. അവൾ പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പേ അങ്ങോട്ടേക്ക് എഡ്ജ് കടന്നു വന്നിരുന്നു. എഡ്ജിനെ അവിടെ കണ്ടതും ആസ്ലിക്ക് ഒരു ആശ്വാസം തോന്നി. എഡ്ജ് വന്നത് കണ്ട് സിംഗിന് അത്യാവശ്യം ദേഷ്യവും വരുന്നുണ്ട്. പക്ഷേ സിംഗിനെ അവോയ്ഡ് ചെയ്ത് എഡ്ജ് അവിടെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ അച്ഛൻ നാസ്മിക്കടുത്തായിരുന്നു എഡ്ജ് സംസാരിച്ചത്. എന്റെ അമ്മയോർത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങളുള്ള ഈ കമ്പനിയിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുമായിരുന്നില്ല. നിങ്ങൾ എന്റെ അമ്മയെ ചതിച്ച് ഈ കമ്പനിയുടെ ഭൂരിഭാഗം സ്വത്തുക്കൾ കൈവശപ്പെടുത്തി അവരുടെ ഹൃദയം തകർത്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഇപ്പോ നിങ്ങൾ വീണ്ടും ഒരു ലേഡിയെ ചതിക്കാൻ ശ്രമിക്കുന്നു. അതങ്ങനെ നടന്നുകൂടല്ലോ. അതാണ് ഞാൻ നേരിട്ട് വന്നത്. അതാരാണെന്ന മട്ടിൽ എല്ലാവരും നോക്കിയിരിക്കെ അത് അസ്ലിയാണെന്ന് എഡ്ജ് പറഞ്ഞു. സെങ്കിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സെങ്ക് എഡ്ജിനെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാൻ സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ശാന്തമായിട്ടിരുന്ന് എഡ്ജ് പറഞ്ഞു, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സെക്യൂരിറ്റി ഇപ്പോ തന്നെ വന്നോളും. അവർക്ക് അതിനു വേണ്ട ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നാലെ എഡ്ജ് ഒരു ഫയൽ മുമ്പിലേക്ക് വെച്ചു. നാസ്മിക്കും സെങ്കിനും ഒക്കെ എതിരെയുള്ള സാമ്പത്തിക തിരിമറിയുടെ വിവരങ്ങൾ അടങ്ങിയ ഫയൽ. അവരുടെ ഫൈനാൻഷ്യൽ ഡയറക്ടർ അൺഓതറൈസായി പൈസ മുക്കി കടന്നത് സെങ്കിന്റെയും നാസ്മിയുടെയും അറിവോടെയാണ്. അവരാണ് അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. മാത്രമല്ല അങ്ങനെ വിഡ്രോ ചെയ്തെടുത്ത ആ ഫണ്ട് കൊണ്ട് അവർ മാൾട്ടയിൽ സീക്രട്ടായി ഒരു ബിസിനസ് ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സെങ്ക് ശ്രമിച്ചു. ബോർഡ് ഓഫ് ഡയറക്ടറായ ആരിഫ് പക്ഷേ ആ ഫയൽ എടുത്തു. അത് പരിശോധിച്ചു. ഡോക്യുമെന്റുകളിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പിന്നാലെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഡ്ജ് ഒരു കാര്യം കൂടി പറഞ്ഞു. കമ്പനി കടക്കണിയിലേക്ക് പോകുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ കമ്പനിയിൽ പേഴ്സണലായി ഇൻവെസ്റ്റ് ചെയ്തോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കമ്പനിയുടെ ചെയർപേഴ്സണായി ആസ്ലിയെ നിയമിക്കണം. മാത്രമല്ല കമ്പനിയെ ചതിച്ചവർക്ക് അതിനുള്ളത് കിട്ടുകയും വേണം. അതോടെ കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയായി ആസ്ലി മാറ്റപ്പെട്ടു. എഡ്ജ് അവിടെ നിന്ന് പോരുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം എഡ്ജിന്റെ റെസ്റ്റോറന്റിലേക്ക് ഒരു വിസിറ്റർ എത്തി. അത് ആസ്ലിയായിരുന്നു. അവരിരുവരും വീണ്ടും സംസാരിച്ചു. തമ്മിലെ പ്രശ്നങ്ങൾ മാറി അവരൊന്നിക്കുമെന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.